കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. മുന്നിൽ നിൽക്കുന്നവളെ കണ്ടിട്ട് എങ്ങോട്ട് ഓടണമെന്നറിയാതെ വിഷ്ണു നിശ്ചലനായി ബുള്ളറ്റിൽ തന്നെ ഇരുന്നുപോയി. അവൾക്ക് നഴ്സിംഗിന്റെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന്റെ 2 ദിവസം മുന്നേ കണ്ടതാണ്. അന്ന് ഫോണിൽ കൂടി സംസാരമുണ്ടായി എന്നതൊഴിച്ചാൽ പിന്നെ പരസ്പരം ഇഷ്ടമുള്ള കാര്യത്തെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം രണ്ടുപേർക്കും അറിയാമെങ്കിലും പരസ്പരമുള്ള ഒരു തുറന്നു പറച്ചിലിന്റെ കാര്യം വരുമ്പോൾ ആദ്യം അവൻ അല്ലെങ്കിൽ ആദ്യം അവൾ എന്നൊരു ചിന്ത പരസ്പരം മനസ്സിൽ കയറിയതുകൊണ്ട് ഇന്ന് വരെ ഒരു തുറന്നു സംസാരത്തിനുള്ള ഹേതു രണ്ടുപേരും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോഴൊക്കെ വിഷ്ണുവിന് തോന്നാറുണ്ട് ഇഷ്ടമാണെന്നങ്ങ് കയറി പറഞ്ഞാലോന്ന്. പക്ഷെ ആ നേരം തന്നെ പുനർചിന്തനവും വരും. കാരണം എന്നെങ്കിലും ഒരു കാലത്ത് തങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ ആ പുല്ല് പെണ്ണ് മറ്റൊന്നും പറഞ്ഞില്ലേലും നിങ്ങൾ എന്റെ പുറകെ നടന്ന് ഐ ലവ് യു പറഞ്ഞിട്ടല്ലേ ഞാൻ ദയതോന്നി നിങ്ങളെ കെട്ടിയതെന്ന് എന്റെ 5 മക്കളെയും പിടിച്ചു നിർത്തി തർക്കിച്ചു പറയുമെന്ന് മറ്റാരേക്കാളും നന്നായി തനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു തുറന്നു പറച്ചിലുണ്ടെങ്കിൽ ആദ്യം അവളുടെ ഭാഗത്തു തന്നെ ഉണ്ടാക്കണമെന്ന് ആവശ്യമില്ലാത്തൊരു വാശി തനിക്കുള്ളിലുമുണ്ട്. നേര് പറയാലോ, ഏതാണ്ട് ഇതേ ചിന്തയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചിന്തയിലാണ് അവളുടെ മനസ്സും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കുമ്പോൾ നീ എന്റെ പുറകെ വന്നതല്ലടി എന്നവൻ ചോദിക്കുമെന്ന് ഇവക്കും അറിയാം. അങ്ങനെ പരസ്പരം മനസ്സിനാൽ ഇത്രയും അടുത്തറിഞ്ഞ 2 കമിതാക്കളായിട്ടും രണ്ടുപേരും സ്വന്തം ഈഗോയെ മുറുക്കി പിടിച്ച് ഇന്നു വരെയുള്ള പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അതിവരെ സംബന്ധിച്ച് വലിയ കാര്യമില്ല എന്ന് തോന്നുന്നത് എല്ലാ ദിവസവും മുടക്കമില്ലാത്ത വിളി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന വഴക്കും ബഹളവും ഇതൊക്കെ കാണുമ്പോഴാണ്. നഴ്സിംഗിന് കൊണ്ടാക്കിയപ്പോൾ ഹോസ്റ്റലിൽ നിന്നാൽ നന്നായി പഠിക്കാമെന്ന് 1000 തവണ പറഞ്ഞിട്ടും അന്ന് വരെ വർഷത്തിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണത്തിന് മാത്രം കണ്ട അമ്മയുടെ ആങ്ങളുടെ ഭാര്യ വീട്ടിൽ പോയി നിന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അവൾ കാണിച്ചത് അവനെ എന്നും വിളിക്കാവല്ലോ എന്നോർത്തു മാത്രമായിരുന്നു. അതിനുവേണ്ടി മാത്രം ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് അവൾ പറഞ്ഞ കള്ളങ്ങൾ ഇച്ചിരിമിണിയൊന്നും അല്ല. അത് തെളിയിക്കാൻ വേണ്ടി 2 ദിവസം ഹോസ്റ്റലിൽ നിന്നതിന്റെ സമയത്തൊക്കെ അവൾക്ക് തലകറക്കം, വയറ്റുവേദന, ഛർദി. അവസാനം ആ ഹോസ്റ്റലിലെ മേട്രൻ തന്നെ വിളിച്ചു പറഞ്ഞു കൊച്ചി ഇവിടെ നിൽക്കണ്ട എന്ന്. അത്രയും കഷ്ടപ്പെട്ട് അവളെ നിൽക്കാതിരുന്നത് ഇവന് വേണ്ടി മാത്രമാണ്. പലപ്പോഴായുള്ള അവളുടെ സംസാരത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അവൻ അറിവുള്ളതാണ്. അവനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവളെ അങ്ങോട്ട് വിളിക്കുകയോ അവളുടെ ഫോൺ എടുക്കാതെയൊക്കെ ഇരുന്നത്. അശോകനെ ആശ്രമത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നതും ആ വീട്ടിലാക്കുന്നതും കടയൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെയൊക്കെ ഇടയ്ക്ക് മനഃപൂർവ്വം തന്നെയാണ് അവളെ വിളിക്കാഞ്ഞതും അവളുടെ കോളുകൾ എടുക്കാതിരുന്നതും. അതുകൊണ്ട് തന്നെ അവളുടെ നമ്പർ രണ്ടും പിടിച്ചങ്ങ് ബ്ലോക്കാക്കി. കാരണം എപ്പോഴും ചുറ്റിപ്പറ്റി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. എന്തോ തൽക്കാലം ആരുടെയും മുന്നിൽ നിന്ന് ഒന്നും തെളിച്ചു പറയാൻ വയ്യ. എത്രയൊക്കെ പറഞ്ഞാലും അനിയത്തിയുടെ കൂട്ടുകാരിയാണ്, അവളുടെ അതേ പ്രായക്കാരി. പക്ഷെ അപ്പോഴൊന്നും കരുതിയില്ല പെണ്ണ് പെട്ടിയും പ്രമാണവും എടുത്ത് നേരെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. ഒരു നിമിഷം കൊണ്ട് മനസ്സിലൂടെ ഓടിക്കയറിപ്പോയി 1000 ചിന്തകളെ ഒന്ന് ശരിക്കും ഓർക്കും മുന്നേ തന്നെ അവന്റെ ബുള്ളറ്റിന്റെ ബാക്കിലേക്ക് അവൾ കയറിയിരുന്നു. എടി എടി, നീ ഇതെങ്ങോട്ടാ? തന്റെ കൈകൾക്കിടയിലേക്ക് വെച്ച് തന്ന അവളുടെ ബാഗും പിന്നിലെ പിടുത്തവും ഒക്കെ കണ്ട് ബോധം വന്നതും അവൻ പെട്ടെന്ന് തിരക്കി. ഞാൻ ഇന്നലെ രാത്രി മുതലൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവന്റെ പിന്നിലേക്ക് തലചാരി വെച്ചത് പറയുന്നത് കേട്ടതും അവന്റെ നെഞ്ചൊന്ന് പൊടിഞ്ഞു. ഇന്നലെ മുതൽ അവളൊന്നും കഴിച്ചിട്ടില്ല. ആ ക്ഷീണത്തിനിടയിലും മണിക്കൂറിൽ യാത്ര ചെയ്തവൾ തന്നെ കാണാൻ വന്നിരിക്കുന്നു. വിഷ്ണുവിന് സ്വയം ദേഷ്യം തോന്നി അവൻ വണ്ടിയെടുത്തു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവൻ എവിടെയോ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്നതൊക്കെ അവൾ കേട്ടിരുന്നു. വഴിയിൽ എവിടെയോ വണ്ടി ഒതുക്കി അത് വാങ്ങുന്നതൊക്കെ അറിഞ്ഞിരുന്നു അവൾ. എങ്കിലും അവന്റെ പുറത്തു നിന്നും തല ഉയർത്തിയില്ല. അവന്റെ വണ്ടി നേരെ കയറി ചെന്നത് അവൻ താമസിക്കുന്ന പി ജിയിലേക്കാണ്. ഒരു 2 നില വീട്. താഴെ താമസിക്കുന്നത് ഒരു സർക്കാർ ഫാമിലിയാണ്. വരാൻ ഇനിയും നേരമെടുക്കും. ഒപ്പം താമസിക്കുന്നവൻ കുഞ്ഞിന് സുഖമില്ലാതെ ഉച്ചയ്ക്കാണ് ലീവും എടുത്തു പോയത്. ആ ഒരു സമാധാനത്തിലാണ് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പോലും. കയ്യിലിരുന്ന ബാഗ് എടുത്ത് അവൾ നടക്കാൻ തുടങ്ങിയതും കണ്ടു പിന്നിൽ ആകെ ക്ഷീണിച്ച് തല കുമ്പിട്ട് നിൽക്കുന്നവളെ. ബാഗുമായി മുന്നോട്ട് നടന്നവൻ തിരിച്ചെത്തി അവളുടെ കയ്യും പിടിച്ച് സ്റ്റെയർ കയറി. ആ കാണുന്നതാണ് ബാത്റൂം. നീ ഫ്രഷ് ആയിട്ട് വാ. മുന്നിൽ കാണുന്ന ബാത്റൂം നോക്കി അവൻ ആദ്യത്തെ മുറിയിലേക്ക് കയറാൻ പോയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് വിശക്കുക. മനസ്സിലായടി, പക്ഷെ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി ഫ്രഷ് ആവ്. പറ്റില്ല. അത്രയും നേരമില്ലാതിരുന്നൊരു വാശി പോലെ അവൾ പറഞ്ഞതും അവൻ തന്റെ ബാഗും അവളുടെ ബാഗുമെല്ലാം വെറും നിലത്തേക്കിട്ട് അവളുടെ കയ്യും പിടിച്ച് നേരെ ബാത്റൂമിലേക്ക് പോയി. വാഷ് ബേസിന് മുന്നിലിരുന്ന ഫേസ് വാഷ് ഒരല്പം എടുത്ത് കയ്യിലേക്ക് വെച്ച് വെള്ളവുമായി അവളുടെ തല അല്പം കുനിച്ചു പിടിച്ച് ആ മുഖം കഴുകിക്കൊടുത്തു.
ഒപ്പം പാറിപ്പറന്ന് കിടന്ന മുടി അത്രയും ഒതുക്കിയും കൊടുത്തു. ബാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും തനിക്ക് പിന്നാലെ ഇറങ്ങാതെ നിൽക്കുന്നവളെ കണ്ടവൻ വിളിച്ചതും അവള് കുഞ്ഞുവിരൽ പൊക്കി കാണിച്ചു. ഇതിനൊക്കെ വേണ്ടിയല്ലടി പുല്ല് നിന്നോട് വാഷ്റൂമിൽ പോകാൻ പറഞ്ഞത്. അവൾ അടയ്ക്കുന്ന വാതിലിലേക്ക് നോക്കി അവൻ പിറുപിറുത്തുകൊണ്ട് വേഗം മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. കുഞ്ഞൊരു അടുക്കളയും ചെറിയ ബാൽക്കണിയും അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറിയുമായിരുന്നു അത്. ഫ്രഷായി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ആകെ കൂനി പിടിച്ച് നിൽക്കുന്നവളെയാണ്. കൂടുതലൊന്നും അവളോട് ചോദിക്കാൻ നൽകാതെ അവൻ പ്ലേറ്റ് എടുത്തു വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം 2 പ്ലേറ്റിലേക്കാക്കി അവൾക്ക് മുന്നിലേക്ക് നീട്ടിയതും അവൾ മുഖം വെട്ടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ഇത്രയും നേരം വിശക്കുന്നു പറഞ്ഞ് കരഞ്ഞിട്ട് എനിക്ക് കൈവേദനയാ. 2 കൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി മറ്റെവിടെ നോക്കി പറയുന്നവളെ പല്ല് കടിച്ചു പിടിച്ച് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്ന് ആഹാരം വാരിക്കൊടുക്കാൻ തുടങ്ങി. കഴിച്ച പാത്രം കഴുകി വരുന്നവൻ കാണുന്നത് തന്റെ കട്ടിലിൽ മൂടി പിടച്ച് കിടന്നുറങ്ങുന്നവളെയാണ്. അവൻ പെട്ടെന്ന് നോക്കിയത് ചുവരിലെ ക്ലോക്കിലേക്കാണ്. ദൈവമേ, 5:45! ഇവളീ കിടന്നുറങ്ങി എപ്പോ എഴുന്നേൽക്കാനാ? ഈ പണ്ടാരത്തിൽ നിന്ന് വീട്ടിൽ പോകണമെന്ന് ബോധമൊന്നും ഇല്ലേ നാവോ? വെപ്രാളപ്പെട്ടുകൊണ്ടവൻ വന്നവളെ ഉണർത്താൻ നോക്കിയെങ്കിലും പെണ്ണ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ എഴുന്നേൽക്കാനുള്ള ഒരു ഉദ്ദേശവും അവൻ കണ്ടില്ല. രമ്യ, ചുമ്മാ കളിക്കല്ലേ, നീ വേഗം എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്ക്, നേരം ഇരുട്ടുന്നു. എവിടെ? പാലം കുലുങ്ങിയാൽ കേളം കുലുങ്ങില്ല എന്ന പോലെ അവള് പാതി മിഴികൾ തുറന്നവനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും കണ്ണടച്ചു. മോശം പിടിക്കാൻ. അവൻ 3 വിരലുകൾ കൊണ്ട് തന്റെ നെറ്റിയൊന്നൊഴിഞ്ഞു. ദേ രമ്യ, ഞാൻ അവസാനമായിട്ട് പറയുക, നീ മര്യാദയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിച്ചാലും ഞാൻ നിന്നെ ഉണർത്തും. ഒന്നാമത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്. അവിടെ നിന്നെ പോലൊരു പെണ്ണിനെ ആരെങ്കിലും കണ്ടാൽ എന്ത് കരുതുമെന്ന് വല്ല ബോധം ഉണ്ടോടി? ദേഷ്യത്തിനും അപ്പുറമുള്ള വല്ലാത്തൊരു ഭയത്തിലായിരുന്നു അവന്റെ ആ വാക്കുകൾ ആ നേരം. ഒന്നാമത് സന്ധ്യാനേരം. അവളിങ്ങനെ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നത് രാത്രിയാണെങ്കിൽ എങ്ങനെ അവളെ തനിയെ പറഞ്ഞ് വീട്ടിലേക്ക് വിടും? അതിനൊപ്പം താഴെയുള്ള ഫാമിലി. സാധാരണ അങ്ങനെ ഇങ്ങനൊന്നും കേറി വരാറില്ല. ഇനിയൊരു പക്ഷെ കേറി വന്നാൽ, അപ്പൊ തനിക്കൊപ്പം ഇതുപോലൊരു കൊച്ചു പെങ്കുച്ചിനെ കണ്ടാൽ? വിഷ്ണുവിനാകെ തല പെരുക്കുന്ന പോലെ തോന്നി. ഒപ്പം താൻ എങ്ങനെയൊക്കെ വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തവളുള്ള ദേഷ്യം വേറെ. ഡി, എത്ര നേരം കൊണ്ട് വിളിക്കുക? മര്യാദയ്ക്ക് എഴുന്നേൽക്കടി. ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങാനാണോ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മയക്കത്തിലൊക്കെ വീണുപോയവള് മറ്റൊന്നും കേട്ടില്ലെങ്കിലും അവസാനം ചോദിച്ച ചോദ്യത്തിന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിറഞ്ഞൊഴുകുന്ന കണ്ണുമായി തന്നെ നോക്കുന്നവളെ കണ്ടപ്പോഴാണ് താനിപ്പോ എന്താ അവളോട് ചോദിച്ചതെന്നുള്ളൊരു ബോധം വിഷ്ണുവിന് വന്നത്. രമ്യ, ഡി, എന്തോ പറയാൻ വന്നവനെ അവൾ വലതുകൈ ഉയർത്തി തടഞ്ഞു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അതിനെ വിട്ട് അവൾ മെല്ലെ കട്ടിലിന്നിറങ്ങിയതും കാലൊന്ന് വേച്ചു. അവൾ വീഴാൻ പോവുകയാണോ എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് കയറി പിടിക്കാൻ തുടങ്ങിയ കൈയെ നിർദാക്ഷിണ്യം തട്ടിമാറ്റിക്കൊണ്ട് ഭാഗ്യമെടുത്തവൾ പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങി. രമ്യ, ഡി നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവളെ കണ്ടവൻ ആകെ തകർന്നുപോലെ പിന്നാലെ ഓടിപ്പോയി വിളിച്ചു. വാതിലിനടുത്തെത്തിയവൾ അവന്റെ കൈ തട്ടിമാറ്റി പിന്നെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തിൽ അവളുടെ തോളിൽ കിടക്കുന്ന ബാഗ് വലിച്ചൂരി മുറിയുടെ ഏതോ ഭാഗത്തേക്കിട്ട് അവളെ ഇരു കയ്യാലെയും ചുറ്റിപ്പിടിച്ചു. രമ്യ പ്ലീസ്, ഞാൻ ഞാൻ അങ്ങനെയൊന്നല്ലടി ഉദ്ദേശിച്ചേ, ഞാൻ പറയട്ടെ. എടി നീ ഒന്ന് കേൾക്ക്. വേണ്ട, ഇനിയൊന്നും കേൾക്കണമെന്നില്ല. ഒന്നും മനസ്സിൽ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ടാവും കൃത്യമായിട്ട് അങ്ങനെ തന്നെ നാവിൽ നിന്ന് വന്നത് അല്ലേ? തൊണ്ടയിടറിയുള്ള അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവന്റെ കണ്ണ് നിറഞ്ഞു. വിഷ്ണുവേട്ടൻ വിട്ടെ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് വന്ന് കിടന്നുറങ്ങി പോകുന്നവളാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കൂടെയൊന്നും എന്റെ കൂട്ടുകാരിയുടെ ആങ്ങളെ നിൽക്കണ്ട. വിട്ടെ. കരയുന്നതിനിടയിലും വാശിയോടെ അവന്റെ 2 കൈകളും ബലത്തോടെ തന്റെ ഇടുപ്പിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചവൾ. സോറിഡി, എന്റെ അമ്മ സത്യം, അറിയാതെ നാവിൽ നിന്ന് വീണുപോയതാ. അല്ലാതെ മനസ്സിന്റെ ഒരു കോണിൽ പോലും നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമല്ല. എന്റെ പെണ്ണല്ലേടി നീ, ഞാൻ അങ്ങനെയൊക്കെ കരുതുമോ? ചോദിക്കുമ്പോഴേക്കും അവന്റെ കണ്ണ് നിറഞ്ഞു. വേണ്ട, വിട്ടെ. ഞാൻ ബാക്കി എന്തെങ്കിലും പറയും മുന്നേ തന്നെ അവളുടെ കണ്ണുനീർ കൊണ്ട് കുതിർന്ന ചുണ്ടുകളെ അവൻ തന്റെ നാവാൽ ബന്ധിച്ചിരുന്നു. ഒരു നിമിഷം നടന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലാകും മുന്നേ തന്നെ ശരീരമാകെ പടർന്ന തരിപ്പിലവള് പെരുവിരലിൽ ഉയർന്നവന്റെ നെഞ്ചിൽ അമർത്തി പിടിച്ചുപോയി. മറ്റൊന്നും ചിന്തിക്കാതെ പെണ്ണിനെ അടക്കാനുള്ള തോന്നലിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണെങ്കിലും പോകെ പോകെ അവളുടെ ചുണ്ടുകളെ അവൻ തന്റെ ചുണ്ടുകളുമായി താലോലിച്ചു തുടങ്ങി. ഇത്തിരി നേരം കഴിഞ്ഞതും അവൾ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോഴും ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ വിട്ടുമാറാൻ കഴിയാതെ വിഷ്ണു പിന്നെയും അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും വിരൽത്തുമ്പാൽ അവനെ മുറിവേൽപ്പിച്ചുകൊണ്ടവൾ തന്റെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കിയിരുന്നു.
എന്ത് കാണിക്കോ മനുഷ്യ നിങ്ങൾ? ദേഷ്യത്തിൽ അവന്റെ കവിളിൽ തല്ലിക്കൊണ്ട് പെണ്ണ് അകന്നു മാറാൻ നോക്കിയെങ്കിലും അവൻ ഞെട്ടി ഒരു കൈയാൽ കവിളിൽ തടവി ദേഷ്യത്തോടെ അവളെ വിടാതെ നോക്കി പേടിപ്പിച്ചു. ഭർത്താവിനെ തല്ലുന്നോടി പുല്ലേ. ഭർത്താവോ? ആര്? അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ. അല്ലാതാര്? ഇത്തവണ കുറച്ചു മുന്നേയുള്ള ദേഷ്യമായിരുന്നില്ല, മറിച്ച് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവന്റെ ചുണ്ടിൽ. ഹൂവ, ഇങ്ങോട്ട് വാ. ഇപ്പൊ കേട്ടാ ഞാൻ. ദേഷ്യം വന്നാൽ വായി തോന്നുന്ന തോന്നുവാസം പറഞ്ഞ് തന്നെയുള്ളോ. തന്നെ ഒന്നും ഞാൻ കെട്ടത്തില്ലടോ. ഏ, അതിന് നീ എന്നെ തല്ലിയില്ലേ? കവിളിൽ കൈവച്ചുകൊണ്ട് അവൻ പിണക്കത്തോടെ ചോദിച്ചു. തല്ലിയാൽ പ്രശ്നം തീരുമോ? പെണ്ണിന് പിന്നെയും കലിപ്പായി. സോറി പറഞ്ഞില്ലേടി. നീ പെട്ടെന്ന് ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞാനങ്ങ് പേടിച്ചുപോയി. അതിന്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങുന്നതും കൂടി കണ്ടപ്പോ താൻ കരുതി നാട്ടിലുള്ള ആണുങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി കിടപ്പാണ് എന്റെ ജോലിയെന്ന്. ബലത്തിൽ അവന്റെ കൈത്തണ്ട തട്ടിമാറ്റി അവൾ അകന്നു മാറി. സോറിഡീ. അറിയാതെ വീണുപോയ വാക്കിന്റെ ബലത്തിൽ ജീവിതകാലം മൊത്തം നീ എന്നെ ക്രൂശിക്കുമോ? ക്രൂശിക്കല്ല വേണ്ടത്. വാശിയിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് നിന്ന് മാറാൻ തുടങ്ങിയതും അവളുടെ ഫോൺ ബെല്ലടിച്ചു. നീ എവിടെ പോവാ? എങ്ങും പോവണ്ട. അതെടുക്കാൻ പോകുന്നതിനെ കണ്ട് പെട്ടെന്ന് അവൻ കയ്യിൽ പിടിച്ചു നിർത്തി. നിങ്ങളുടെ പ്രശ്നം എന്താ മനുഷ്യ? കുറച്ചു മുന്നേ ഇറങ്ങി പോകാത്തതായിരുന്നു പ്രശ്നം. ഇപ്പൊ ദേ ഇറങ്ങി പോകുന്നതായി. കാലിപ്പോടെ അവന്റെ കൈ അങ്ങ് തട്ടി മാറ്റിയവൾ. അപ്പോ നിറയെ ഇഷ്ടത്തോടെ നന്ദുവച്ചു കൃഷ്ണ. അടുത്ത ഭാഗവുമായി നമുക്ക് വേഗം കാണാമേ. അപ്പോ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.